പ്രശാന്തെ, കേരളം തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിട്ട ചർച്ചകളിലാണ്. എല്ലായിടത്തും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇത് തന്നെയാണ്, ജനങ്ങളും ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ഓരോ മുന്നണിയും എങ്ങനെ അധികാരത്തിലെത്താം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായിട്ട് അവരുടെ വാർ റൂമുകളിൽ ചർച്ച നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രവർത്തന രംഗത്ത് കർമ്മനിരതരായിരിക്കുകയും ചെയ്യുന്നു. 2 ജാഥകൾ സജീവമായി കേരളത്തിൽ സഞ്ചരിക്കുന്നു. ഒന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വടക്ക് നിന്ന് തെക്കോട്ട് സഞ്ചരിക്കുന്ന ജാഥ, മറ്റ് ഒന്ന് LDFൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന 3 ജാഥകൾ. ഒരേ സമയത്ത് 3 ജാഥകളാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജാഥകൾ ആദ്യം അവസാനിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഘടകകക്ഷികൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അവരെ 3 പേരെയും നേതൃതലത്തിൽ നിർത്തിയിട്ടുള്ള യാത്ര. ഒപ്പം BJP യാത്ര പോയത് ഡൽഹിയിലേക്കാണ്. ഡൽഹിയിൽ അവർ നരേന്ദ്രമോദിയെ കണ്ടു സംസാരിച്ചു. നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു. ഇനി അത്ഭുതാവഹമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളിലായിരിക്കാം BJP ഏർപ്പെടുക എന്ന് BJP മർമറൻ ക്യാമ്പയിനിലൂടെ അവരുടെ അണികളെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പ്രശ്നം LDFനെ സംബന്ധിച്ചിടത്തോളം കൗതുകങ്ങൾ കുറവാണ്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എല്ലാ MLAമാരും വീണ്ടും ജനവിധി തേടും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ MLAമാർക്ക് എതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല എന്ന് പൊതുവെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ MLAമാരെല്ലാം അവരവരുടെ നിയോജകമണ്ഡലത്തിൽ സുസമ്മതരാണ്. ശരി, അങ്ങനെ സമ്മതരായിരിക്കുന്ന MLAമാരെ പിന്നെ എന്തിനു മാറ്റണം? അപ്പോൾ പിന്നെ അവർക്ക് 42 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം എന്നുള്ളത്. അത് അവരൊരിക്കലും ജയിക്കാത്തതായിട്ടുള്ള സീറ്റുകളാണ്. അവിടെ ഏതെങ്കിലും പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കും, അത് കൗതുകം മാത്രം, അതിനപ്പുറത്തേക്ക് പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ UDFന് അങ്ങനെയല്ല. വിജയിക്കാൻ കഴിയും, അധികാരത്തിലെത്താൻ കഴിയും, മുഖ്യമന്ത്രിയാവാൻ കഴിയും എന്ന് പറയുന്ന ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലും അനുയോജ്യമായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നിർത്തി ജയിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുതന്നെയാണ് BJPയുടെയും. BJPക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ച് MLAമാരെ നിർമ്മിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, 10 പേരെയെങ്കിലും നിയമസഭയിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല എങ്കിൽ അവർക്ക് കേരളത്തിൽ ഒരിക്കലും അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് അവർ കരുതേണ്ടതാണ്. അല്ലെങ്കിൽ ജനങ്ങൾ അങ്ങനെ കരുതും. അധികാരത്തിൽ ഒരിക്കലും വരില്ല എന്ന് കരുതപ്പെടുന്ന ഒരു പാർട്ടിയുടെ പിന്നാലെ ആളുകൾ പോകാൻ സാധ്യതയില്ല എന്നുള്ളത്. അതുകൊണ്ട് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ് 10 സീറ്റെങ്കിലും കേരളത്തിൽ നേടുക എന്ന്. ഇങ്ങനെ സജീവമായി നിൽക്കുന്ന ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് എവിടെ നിന്നാണ് അതിൻ്റെ ചർച്ചകൾ തുടങ്ങാനായിട്ട് കഴിയും? തിരുവനന്തപുരത്ത് നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും. കാരണം കേരളത്തിൽ ഉടനീളം ഉള്ള അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ തന്നെയും ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകാൻ പോകുന്നത് തിരുവനന്തപുരം തന്നെയാണ്. കാരണം ഇപ്പം നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ പണ്ട് UDF LDF എന്നുള്ള രീതിയിലായിരുന്നല്ലോ ചർച്ച. ഇപ്പം അത് മാറി BJP എന്ന ഒരു പാർട്ടി ത്രികോണ മത്സരം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു. ആ ത്രികോണ മത്സരം എന്ന് പറയുന്നത് കേരളത്തിൽ യാഥാർത്ഥ്യമായിട്ട് മാറിയിരിക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്ന ജില്ല തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങേണ്ടി വരും എന്ന് പറഞ്ഞതിൻ്റെ കാരണം തിരുവനന്തപുരം ആണ്. അപ്പം നമുക്കറിയാമല്ലോ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനകത്ത് തിരുവനന്തപുരത്താണ് BJP മാർക്ക് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ BJP നോട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ BJP അവരുടെ മുദ്ര പതിപ്പിച്ചിരിക്കുന്നത്. അത് നിസ്സാരമായിട്ടുള്ളൊരു മുദ്രയല്ല. അല്ലെങ്കിൽ അത് ഒരു തുടക്കത്തിൻ്റെ, അല്ലെങ്കിൽ അതിൽ നിന്ന് തുടങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ദേശീയ തലത്തിൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടാണല്ലോ മോദി അവരെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഈ പറയുന്നത് പോലെ ഇതുവരെ അവിടെ BJP ഉണ്ടാവാതിരുന്നത് അവിടുത്തെ BJPക്കാരുടെ കുഴപ്പമാണ്. അപ്പം അത് നേരിട്ട് ഒരു പ്രധാനമന്ത്രി അയാളുടെ രാഷ്ട്രീയത്തിൻ്റെ കാര്യകാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഉയർച്ചയുടെ കാരണങ്ങൾ ഇതുപോലെ കോർപ്പറേഷനിൽ നിന്നും കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ഒക്കെയാണ്. നിങ്ങളതുകൊണ്ട് നിങ്ങളിലുള്ള ഊർജം പരമാവധി തിരുവനന്തപുരത്ത് പ്രയോജനപ്പെടുത്തി BJPക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ BJPയുടെ തുടക്കം ഇപ്പോൾ ഉണ്ടായതുപോലെ നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ആക്കണമെന്നുള്ളതിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചിരിക്കുന്നത്. അതായത് അത് വളരെ കൃത്യമാണ്. അതിനകത്തൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട്. പിന്നെ രണ്ടാമത് തിരുവനന്തപുരം ഇപ്പം നമുക്കറിയാം 42 കൊല്ലം കൊണ്ട് ഈ പറയുന്ന കോർപ്പറേഷൻ CPMൻ്റെ കയ്യിലാണ്.
ഇപ്പം നോക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളും CPM-ൻ്റെ ഇല്ല. ശശി തരൂരിനെ ഒഴിച്ചാൽ, ലോക്സഭാ മണ്ഡലം ഒഴിച്ചാൽ, അപ്പം അപ്രമാദിത്യം ഉണ്ട് CPM-ന്. കോൺഗ്രസ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അവർക്ക് സാന്നിധ്യമുള്ള സ്ഥലം തന്നെയാണ്. പക്ഷേ അവർക്ക് ഇപ്പം അവിടെ ജനപ്രതിനിധികളെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല മത്സരിക്കുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം അധികാരത്തിൽ വരണമെങ്കിൽ ഈ ജനപ്രതിനിധികളെ കൂട്ടേണ്ട ഒരവസ്ഥയുണ്ടല്ലോ. സാർ പറഞ്ഞതുപോലെ 22 MLA-മാരിൽ നിന്ന് ഏതാണ്ട് 10, 30, 40 MLA-മാരെ കൂടി ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നതുമായിട്ടുള്ള പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പോൾ തിരുവനന്തപുരം അവർക്ക് സാധ്യത ഉണ്ടായിരുന്നു. പലവട്ടം അവരെ അധികാരത്തിൽ കൊണ്ടുവരുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സാന്നിധ്യം വളരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. അപ്പം തിരുവനന്തപുരത്ത് തുടങ്ങണം, അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വെച്ച് തുടങ്ങണം. അപ്പം അവിടെ ഈ ഒരു ത്രികോണ മത്സരം അതാണ് പ്രധാനപ്പെട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം, BJPക്ക് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ ഉള്ള ഒരവസ്ഥയുമാണുള്ളത്. പേഴ്സൺ സാർ പറഞ്ഞു. അപ്പം BJPയുടെ അക്കൗണ്ട് തുറക്കുമ്പോൾ നമ്മൾ എത്ര പറയുമ്പോഴും BJPക്ക് ഒരു 10 സീറ്റ് ഉണ്ടാക്കാൻ കേരളത്തിൽ സാധിക്കുന്നതിനകത്ത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ, രാഷ്ട്രീയക്കാർ നിരീക്ഷിക്കുന്നതുപോലെ, അതിനകത്തൊരു 4 സീറ്റെങ്കിലും ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. പിന്നെ പാലക്കാട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ മഞ്ചേശ്വരത്തൊക്കെ ചെയ്യാം, ബാക്കി പലയിടത്തും സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും സാധ്യത വേറെ എങ്ങുമില്ല. കാരണം ഇത്രയും പാർട്ടി സംവിധാനങ്ങൾ സജീവമായിട്ട് കേരളത്തിൽ മറ്റു പലയിടത്തും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പം ഇവിടെ സ്ഥാനാർത്ഥികളെ ഇപ്പം മോദി പറയുന്നു, അല്ലെങ്കിൽ അതിനുശേഷം വന്നതിന് ശേഷം രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ഉടനെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ആദ്യഘട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം, ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനപ്പെട്ട സീറ്റുകളുടെ എല്ലാം, അല്ലെങ്കിൽ ജയിക്കുന്ന 40 സീറ്റുകൾക്ക് ആദ്യം എണ്ണുന്ന സീറ്റുകളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആദ്യം അവർ നോട്ട് ചെയ്യുന്ന സീറ്റുകൾക്ക് അത് തിരുവനന്തപുരം വരും. അപ്പോൾ അവിടുന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഇപ്പം UDF-ൻ്റെ കാര്യം അത് തന്നെയാണ്. UDF-നകത്ത് അവിടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് ഇപ്പം പ്രശ്നമുണ്ട്. കാരണം ഈ പറയുന്ന വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന മണ്ഡലം, അല്ലെങ്കിൽ നേമം എന്ന് പറയുന്ന മണ്ഡലം, തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലം, കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലം, ഈ മണ്ഡലത്തിലൊക്കെ നേരത്തെ അപ്രമാദിത്വത്തിൽ നിന്നിരുന്ന അല്ല പലവട്ടം ജയിച്ചിരുന്ന ജനപ്രതിനിധികൾ ഉണ്ടായിരുന്ന UDF-ന് അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനകത്ത് കൺഫ്യൂഷനുണ്ട്. ഇപ്പോൾ വട്ടിയൂർക്കാവിലെ കാര്യം പറഞ്ഞാൽ മുരളീധരൻ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് അറിയിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നുണ്ട്. UDF-ൻ്റെ കാൻഡിഡേറ്റ് മുരളീധരനായിരിക്കും. മുരളീധരനാകുമ്പോൾ തന്നെ വട്ടിയൂർക്കാവിൽ 2 വട്ടം ജയിച്ചു, അവിടുത്തെ ഏറ്റവും നല്ല ജനപ്രതിനിധി ആകുമ്പോൾ ഈ പ്രാവശ്യം അവിടെ മുരളീധരൻ മത്സരിക്കുമ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം മുരളീധരൻ മത്സരിക്കുമ്പോൾ, പ്രശാന്ത് അപ്പുറത്ത് മത്സരിക്കുമ്പോൾ, BJPയുടെ ശക്തനായിട്ടൊരു കാൻഡിഡേറ്റ് വന്നാൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തെപ്പറ്റി മത്സരത്തിന് ശേഷമല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തിരുവനന്തപുരത്ത് സെൻട്രലിൽ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്ന ശിവകുമാർ, അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയി മാറി. വീണ്ടും അദ്ദേഹത്തിന് പേരിലുള്ള കേസുകളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം കുറ്റവാളി അല്ലെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ പേര് വിജിലൻസ് കേസുകളുണ്ടായിരുന്നു, അനധികൃത സ്വത്ത് സമ്പാദ്യം, ഇപ്പം വെറുതെ വിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മത്സരിക്കാൻ നിൽക്കുന്നു. അതേ സ്ഥലത്ത് തന്നെ കാർത്തികേയൻ്റെ മത്സരിക്കാൻ നിൽക്കുന്നു. ഈ സെൻട്രൽ സീറ്റിന് വേണ്ടി CP ജോൺ എന്ന് പറയുന്ന ആളിനെ മത്സരിപ്പിച്ച് ഒരിക്കലെങ്കിലും MLA ആക്കി ഈ പ്രാവശ്യം മന്ത്രിയാക്കണമെന്ന് UDF തീരുമാനിക്കുന്നു. അപ്പോൾ ആ സീറ്റിനകത്തും തീരുമാനമാകുന്നില്ല. അതായത് പ്രധാനപ്പെട്ട കാർത്തികേയൻ്റെ മകൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരിക എന്ന് പറയുമ്പോൾ, കാർത്തികേയൻ നേരത്തെ മത്സരിച്ചുകൊണ്ടിരുന്നതും നേരത്തെ ഇദ്ദേഹം MLA ആയിട്ട് ഇരുന്നിട്ടുള്ളതും അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യത ഇല്ലെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം മോദി പറഞ്ഞു വിട്ടിരിക്കുന്നത്, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയി നിങ്ങളുടെ ഊർജം ചിലവഴിച്ച് അവിടെ ജനപ്രതിനിധികളെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു മത്സരം, അതായത് മത്സരം എന്ന് പറയുമ്പോൾ മത്സരിക്കാൻ ഇപ്പം ഉള്ള ജനപ്രതിനിധികളെ മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെ 2 മുന്നണികളും തീരുമാനിക്കും. അതായത് BJPയും കോൺഗ്രസും തീരുമാനിക്കണം എന്ന് പറയേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ. അതായത് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, നമ്മളീ പറഞ്ഞ തിരുവനന്തപുരം തന്നെയായിരിക്കും ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ട് വരുന്നത്. ത്രികോണ മത്സരം ശരിയായ രീതിയിൽ നടക്കാൻ പോകുന്നത് ഒരുപക്ഷെ BJPക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനും MLA-മാരുണ്ടാക്കാനും പല സർവേകളിലും വരുന്നുണ്ട്. BJP അക്കൗണ്ട് തുറക്കുമ്പോൾ ഏതാണ്ട് 10 സീറ്റ് മുതൽ 19 സീറ്റ് വരെ BJPക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ BJP MLA-മാർ ഒരുപക്ഷെ ഈ സർവേ ശരിയാണെങ്കിൽ വരാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആയിരിക്കും. മറ്റ് പല മണ്ഡലങ്ങളിലും ഈ പറഞ്ഞ പോലെ BJPക്ക് സാന്നിധ്യം തെളിയിക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവിടൊക്കെ BJPക്ക് സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ മുറുകുമ്പോൾ ഈ പറയുന്നത് പോലെ 3 പാർട്ടികളും ശക്തമായിട്ട് മത്സരിക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തിരുവനന്തപുരത്തുള്ളിടത്തോളം ഉള്ള അത്രയും പ്രവർത്തകർ ബാക്കിയുള്ള പ്രദേശത്ത് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ
നമ്മൾ സംശയിക്കേണ്ടിയിരിക്കേണ്ട. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചത്. കേരളത്തിലുടനീളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ BJP ഒരുപോലെ മത്സരിച്ചാണല്ലോ. പക്ഷേ തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യം. ഒന്ന്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ, അതുപോലെ തിരുവനന്തപുരത്ത് നടന്ന അഴിമതി പ്രൊജക്റ്റ് ചെയ്ത് ജനങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ട രീതിയിലുള്ള പ്രവർത്തകരുള്ള ഒരു കാരണം കൊണ്ടാണ് അവിടെ ജയിച്ചത്. ഇതേപോലെ മത്സരം മുറുകുമ്പോൾ നമ്മൾ ഏറ്റവും എത്ര പറയുമ്പോഴും മത്സരം കടുക്കുമ്പോൾ താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ ഏറ്റവും ശക്തമായ പാർട്ടി ഇപ്പോഴും CPM ആണ്. അവർക്കാണ് അണികളുള്ളത്, അവർക്കാണ് അത് കൃത്യമായിട്ട് നടത്താൻ പറ്റുന്നത്. അതിനെ രണ്ടാമതും ഒക്കെ വരുന്ന, അല്ലെങ്കിൽ അതിനോട് തൊലനം ചെയ്യാൻ ഒരുപക്ഷെ കോൺഗ്രസിനും BJPക്കും സാധ്യതയില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അത് സാധ്യമാകും. പാലക്കാടെ സംബന്ധിച്ചോളം BJPക്ക് സാധ്യത. മറ്റ് പല പ്രദേശങ്ങളിലും അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് രണ്ട് കക്ഷികൾ, ഇപ്പം ഈ ഇലക്ഷന് വേറെ പ്രത്യേകതയുണ്ട് സാർ. ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 3 പാർട്ടികൾക്കും നിർണായകമാണ്. UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ അവസാനം ലാസ്റ്റ് ചാൻസാണ്. നമ്മൾ ഈ പറയത്തില്ല SLC ഒക്കെ എഴുതുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഈ പ്രാവശ്യം വേണേ ജയിച്ചോളും. LDFിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ്. കാരണം ആകപ്പാടെ ഉള്ളത് ഇവിടെയാണ്. ഇപ്പോൾ പല ഈ സാഹിത്യകാരന്മാരും അല്ലെങ്കിൽ കവികളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ രാഷ്ട്രീയം കണ്ടുപിടിച്ച ആൾക്കാരും ഒക്കെ പറയുന്ന കണക്കൊന്നും അങ്ങോട്ട് മാറി നിന്നാൽ വീണ്ടും അതിനെക്കാട്ടിൽ ഊർജ്ജത്തിൽ കെട്ടിപ്പടുക്കത്തക്കുള്ള ഒരു രീതിയിലുള്ള സംഘടനാ സെറ്റപ്പോ ആ രീതിയിലേക്കുള്ള പഴയ നേതാക്കന്മാരൊന്നും LDFിനകത്തില്ല. അധികാരമില്ലെങ്കിൽ ചോർന്നു പോകും. കാരണം അധികാരമില്ലെങ്കിൽ ചോർന്നു പോകുമെന്ന് പറഞ്ഞാൽ LDFിനാണ് ഏറ്റവും അപകടം. ഏറ്റവും കൂടുതൽ ചോർച്ച അധികാരമില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വോട്ട് BJPയിലേക്ക് പോകാൻ സാധ്യതയുള്ള വോട്ടിംഗ് പാറ്റേൺ ഉള്ളത് കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ LDFിൻ്റെ വോട്ട് മറിഞ്ഞാൽ അതിനകത്ത് ഭൂരിപക്ഷ വോട്ട് ഹിന്ദു വോട്ടാണ്. അല്ലെങ്കിൽ ആ വോട്ട് മറിഞ്ഞാൽ അടുത്ത് പോകാൻ സാധ്യതയുള്ള UDFിലേക്കല്ല, അത് BJPയിലേക്കാണ്. അതുകൊണ്ട് LDFിൻ്റെ നിർണായക തെരഞ്ഞെടുപ്പാണ്. ഇനിയൊരു തുരുത്തത് കളയാൻ BJPക്ക് ഇന്ത്യ മൊത്തവും അപ്രമാദത്തിൽ നിൽക്കുന്നിടത്ത് കേരളത്തിൽ നിന്ന് ഈ ചാൻസ് ഏറ്റവും നല്ല ചാൻസാണ്. ഈ ചാൻസിൽ അക്കൗണ്ട് തുറക്കാനും അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം തെളിയിക്കാനും സാധിച്ചില്ലെങ്കിൽ ഇതുവരെ മറ്റ് 2 പാർട്ടികളും BJPയെ പറ്റി പറയുന്നതാണ് വേണ്ട BJP കണ്ട് വലിയ കുഴപ്പമാണ്. അവർക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചാൽ ഒരു കുഴപ്പവുമില്ല. ആ അക്കൗണ്ട് തുറക്കുന്ന ജനപ്രതിനിധികൾ വേണ്ട വിധത്തിൽ മണ്ഡലത്തിൽ മറ്റ് മണ്ഡലങ്ങൾക്ക് മാതൃകയായാൽ BJPക്ക് ഇവിടെ ശക്തമായിട്ട് തിരിച്ചു വരുന്നതിന് വേണ്ടി സാധിക്കും. ഒരുപക്ഷെ അടുത്ത 10 കൊല്ലത്തിനകം BJPയുടെ കൃത്യമായ അല്ലെങ്കിൽ ഭരണപക്ഷത്തോ വ്യക്തമായ പ്രതിപക്ഷത്തോ ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല, എനിക്ക് അതിൻ്റെ അത് തോന്നുന്നൊരു കാര്യം, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് എന്ന് പ്രശാന്ത് പറഞ്ഞത് ശരിയാണ്. പല കാരണങ്ങൾ കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ വലിയ മാറ്റം വരുന്ന ഒരു തിരഞ്ഞെടുപ്പായിരിക്കും ഇത്. എല്ലാ സ്ഥലങ്ങളിലും മിക്കവാറും ത്രികോണ മത്സരങ്ങൾ നടക്കും. ത്രികോണ മത്സരങ്ങളിൽ ജയിക്കാനുള്ള സാധ്യത ആദ്യഘട്ടങ്ങളിൽ ഒരുപക്ഷെ CPMനായിരിക്കും എങ്കിൽ പിന്നീട് അത് BJPയിലേക്ക് ട്വിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അധികാരമുള്ളപ്പോൾ മാത്രമാണ് ഇനി CPMന് നിലനിൽക്കാനായിട്ട് കഴിയുള്ളൂ. അധികാരമില്ലെങ്കിൽ പെട്ടെന്ന് അത് കൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ സച്ചിദാനന്ദൻ മാഷൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് ഒന്നും ഈ ഇപ്പോഴത്തെ റിയൽ പൊളിറ്റിക്സിൽ ഒരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. കാരണം ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിൻ്റെ കാലത്തല്ല നമ്മൾ ജീവിക്കുന്നത്. ഇടതുപക്ഷത്തിന് മാത്രമല്ല, ആർക്കും ആദർശാത്മക രാഷ്ട്രീയമൊന്നുമില്ല. മുഴുവനും അധികാര രാഷ്ട്രീയമാണ്. അധികാര രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത അധികാരം ഉണ്ടെങ്കിൽ മാത്രം ആളുകളുണ്ടാവുള്ളൂ എന്നാണ്. അധികാരമില്ലെങ്കിൽ ആളുകളുണ്ടാവില്ല. പണ്ടൊക്കെ ശരിയാണ്, അധികാരത്തിൽ നിന്ന് പോയവർ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി അധികാരത്തിൽ പോയവരും തിരിച്ചു വരില്ല. അതാണ് പൊതുവായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് എങ്ങനെയും അധികാരം നിലനിർത്തുക എന്ന് പറയുന്നത് ഇവരുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുപോലെ അധികാരത്തിലേക്ക് കയറാൻ എന്തുമാത്രം ബുദ്ധിമുട്ടാണ്. BJP മോദിയല്ല, അതുപോലെ ഒരു 10-20 മോദിമാർ ഒരുമിച്ച് നിന്ന് ഉപദേശം കൊടുത്താലൊന്നും BJP ഈ കേരളത്തിൽ വലിയ തരത്തിൽ ആവേശമുണ്ടാക്കി തിരഞ്ഞെടുപ്പിൽ മുന്നേറ്റം സൃഷ്ടിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. സാധ്യതകൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് തന്നെയാണ്. കാരണം തിരുവനന്തപുരമാണ് BJPയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞാൽ പിന്നീട് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർക്കത് പടർത്താനായിട്ട് കഴിയും. അപ്പോൾ അവരുടെ ലക്ഷ്യം അതായിരിക്കും. UDFനാകട്ടെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വന്ന് അധികാരം പിടിച്ചില്ല എങ്കിൽ അവരുടെ കൂടെ വെക്കുന്ന പല ആളുകളും അപ്പുറത്തേക്ക് ഓടിപ്പോണ കാഴ്ച അവർ കാണേണ്ടതായിട്ട് വരും. BJPയിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച കാണേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ. അതിൻ്റെ എല്ലാ സങ്കീർണതകളും തീവ്രതകളുമായിട്ട് തെരഞ്ഞെടുപ്പ് നമ്മളുടെയൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.